ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരൻ രാജീവിനോട് പറയുന്നുണ്ട്, അതെ അലീനയ്ക്ക് അറിയാം അവളുടെ അമ്മയാണ് വൈജയെന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അച്ഛനും അത് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് നേരത്തെ കഴക്കൂട്ടത്തെ ഓർഫണേജിൽ പോയി അലീനയെ കണ്ടതും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഏർപ്പാടാക്കിയത്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രാജീവനും ശിവനും അന്തം വിട്ടുപോയി. എന്നിട്ട് പറഞ്ഞിട്ട്, ഇതല്ലെങ്കിൽ ആരോടെങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ? വൈജി അറിഞ്ഞ ആ കുടുംബം ഉണ്ടാവോ? ഇല്ല, ചിലപ്പോൾ അവളും ഉണ്ടാവില്ല. ആരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? സ്വന്തം പെങ്ങളുടെ മകളോടാ. വൈജ ആർക്കെതിരെ ഈ സന്നാഹം മുഴുവനും ഒരുക്കി പടനിരക്കിയത്? സ്വന്തം മകൾക്കെതിരെ. എന്നിട്ടോ നിങ്ങൾക്കൊന്നും പറയാനുണ്ടോ? ഉണ്ടോ പറയാൻ? രണ്ടുപേരുടെ ചമ്മി നാറി അങ്ങ് നിൽപ്പുണ്ടോ? പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും പറ, അലീന എവിടെ? പറയാൻ ഇനിയെങ്കിലും ഞങ്ങളോട് പറയാൻ. അല്ല, അത് ശിവേട്ട എന്നും പറഞ്ഞുകൊണ്ട് രാജീവും ശിവനും കൂടെ ആകെ തകർന്ന് തലയിൽ കൈയും വെച്ച് അവിടെ ഇരിപ്പായി. വീണ്ടും രാജീവിൻ്റെ അടുത്തേക്കെന്ന് പറയാം. രാജീവേ പറ, ആ സംഗതി വലിയ കുഴപ്പമാവും. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അയാൾ സകലതും തകർക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അത് ഒരു അബദ്ധം പറ്റിപ്പോയി ഗംഗേട്ടാ. എന്താടാ നീയൊക്കെ ചെയ്തത്? പറ, അലീന എന്താ ചെയ്തതെന്ന്. അങ്ങനെ നേരെ രാജീവിനോട് വന്ന് പറയാം. അങ്ങനെ അവൾ പറയാൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് അവൾ. അത് ശരി. അപ്പോൾ അവരാകെ ടെൻഷൻ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. പോലീസ് എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. ആദ്യം സുലോചനയെ ചോദ്യം ചെയ്യാനുണ്ട്. സുലോചനയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ഇവിടെ അലീന പോകുന്നതിന് ശേഷം ഇവിടെ വന്നത്? അതെ, ഞാനിവിടെ വന്നതിന് ശേഷമാണ് അലീന പോയത്. എവിടെ പോകുന്നു മറ്റോ പറഞ്ഞിരുന്നോ? വീട്ടിലേക്ക് തന്നെ പോകുന്നത്. വഴിക്ക് വേറെ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞോ? ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ പോവില്ല. അതെന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോഴത്തേക്കിനും നമ്മുടെ ഗോവർദ്ധൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആഹാ, ഗോവർദ്ധൻ എന്താ ഇവിടെ എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ, സാർ ഞാൻ ഇവിടെ എൻ്റെ വൈഫാണ് സുലോചന. ഓ അത് ശരി. അപ്പോൾ ഗോവർദ്ധൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ? അതെ സാർ. അപ്പോൾ ഇവിടെ നടന്ന സംഭവത്തിലും ഗോവർദ്ധൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയാനുണ്ട്, സാറേ അലീന ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. അലീനയെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാൻ ബാലചന്ദ്രൻ ഏർപ്പെടുത്തിയ ആൾ നിങ്ങളല്ലേ? അതേ സാർ. പക്ഷേ ഞാനിവിടെ വന്നപ്പോഴത്തേക്കിനും അലീന പോയി. നിങ്ങൾ ആ സമയം എവിടെ പോയിരുന്നു? അതേ സമയത്ത് എന്നെ കൈതക്കിലുള്ള ചേട്ടന്മാരെ വിളിച്ചിരുന്നു. അവരിവിടെ അടുത്തുള്ള ബ്ലൂംനെറ്റ് ഹോട്ടലിൽ താമസിക്കുകയെന്ന്. അവരെന്തിനാ അങ്ങോട്ട് നിന്നെ വിളിച്ചത്? അത് വൈജയൻ ചേച്ചിയുടെ ആശുപത്രിയുടെ കാര്യത്തിന് വേണ്ടി കുറച്ച് പണം തരാമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചതാണ്. ചെന്നിട്ട് ക്യാഷ് തന്നോ? ചെക്കാണ് തന്നത്. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ സംശയമുണ്ടോ ഗോവർദ്ധന ചോദിക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ആരെയും സംശയമൊന്നുമില്ല. എന്നാലും ഓട്ടോറിക്ഷക്കാരെ ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? തന്നെ കാണാതിരിക്കുമ്പോൾ ഓട്ടോറിക്ഷ പിടിച്ച് പോകുമല്ലോ. ഓട്ടോറിക്ഷക്കാരനെ എനിക്ക് സംശയമില്ല. കാരണം ഓട്ടോ സ്റ്റാൻഡിൽ എല്ലായിടും ഞാൻ പോയി നോക്കി, ഓട്ടോയിലൊന്നും പോയിട്ടില്ല. അതെന്താ അങ്ങനെ? ഞാൻ അവിടെ ഓട്ടോറിക്ഷയിലൊന്നും പോയതായിട്ട് ആരും കണ്ടിട്ടുമില്ല. പക്ഷേ എനിക്ക് ചില സംശയമുണ്ട്. അലീന ഇവിടുന്ന് ഇറങ്ങുന്ന സമയം അതേ സമയം തന്നെ ശിവേട്ടൻ എന്നെ പൈസ തരാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചു. അതെന്തിനാന്ന് മാത്രം എനിക്കറിയില്ല. അതെന്താ നീ അങ്ങനെ സംശയിക്കുന്നത്? നിനക്ക് കാശ് തരാനെന്ന് അവർ പറഞ്ഞില്ലേ? ചെന്നപ്പോൾ തരുകയും ചെയ്തല്ലോ ചെക്ക്. പിന്നെ എന്തിനാ നീ അവരെ സംശയിക്കുന്നത്? അല്ല, എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഓ അത് ശരി. പക്ഷേ സമയം കറക്റ്റ് സമയത്തായിപ്പോയി. അലീന ഇറങ്ങുന്ന സമയത്ത് എന്നെ വിളിച്ചില്ലേ? അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കുമായിരുന്നു. അത് തൻ്റെ ഭാഗത്തുനിന്ന് പിഴവല്ലേ? അല്ല സാർ, സാറിന് സംശയം തോന്നുന്നില്ലേ എന്നെ അതേ സമയത്ത് വിളിച്ചതിന്? അയാൾ പണം തരാനല്ലേ തന്നെ വിളിച്ചത്? പിന്നെ എന്തിനാ സംശയിക്കുന്നത്? ശരിയാ സാറേ, എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? അല്ല, ശിവേട്ടൻ പണം തരാൻ തന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ഗോവർദ്ധന ഒരു ആക്കി ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ശരി, ഞാനെന്തായാലും പിന്നീട് വരും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വിശദമായിട്ട് പറയണം എന്ന് പറഞ്ഞ് പോലീസ് അവിടുന്ന് നേരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കൃഷ്ണയും നമ്മുടെ ബാലചന്ദ്രനും കൂടെ തിരിച്ച് വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. വന്ന് കയറി ആ സെറ്റിലേക്ക് തളർന്ന് വന്നിരിക്കുകയാണ്. കൃഷ്ണ മോൾക്ക് ആകെ ടെൻഷനായി. അച്ഛാ, ഇനി എന്താ ചെയ്യുക? പാവം അലീന ചേച്ചി ആരായിരിക്കും തട്ടിക്കൊണ്ട് പോവുക? അപ്പോൾ ബാലചന്ദ്രൻ, എനിക്കറിയില്ല മോളെ, അതല്ലാതെ വേറെ സാധ്യതയൊന്നും എനിക്ക് കാണുന്നില്ല. നമ്മളോട് പറയാതെ അവൾ എങ്ങോട്ടെങ്കിലും പോവോ? ഇറങ്ങുന്നതിന് മുന്നേ അവൾ ഞങ്ങളെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ച് സംസാരിച്ചതല്ലേ? ഗോവർദ്ധനെ കിട്ടില്ല, ഓട്ടോ വിളിച്ചിട്ട് വരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഓട്ടോയിലും കയറിയിട്ടതായിട്ട് അറിയുന്നില്ലല്ലോ. ഇനിയും ഒരുപക്ഷെ കൊല്ലപ്പള്ളിയിലുള്ള അവർ തന്നെയായിരിക്കും. ശിവനങ്ങളും രാജ്യങ്ങളും ചേർത്ത് ചെയ്തതായിരിക്കും അല്ലേ? അതും എനിക്ക് നിശ്ചയമില്ല. പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. ദൈവമേ, ഇനി ചേച്ചിയെ കൊണ്ടുപോയി ഉപദ്രവിക്കുമോ? അറിയില്ല മോളെ. എന്തായാലും ഒരു പെണ്ണിനെ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ഒരു തരി പോലും അവശേഷിക്കാൻ തട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മനു വിളിക്കാട്ടോ. മനു, എന്തായി? അങ്കിളെ, എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? എടാ, ഇതുവരെ ഇല്ല. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അയ്യോ, എനിക്കറിയില്ല. കിഡ്നാപ്പ് ചെയ്തതാണെന്ന് എനിക്ക് ഉറപ്പാണ്. കൊണ്ടുപോയവർ തന്നെ കൊണ്ടുവരട്ടെ. ഇതൊക്കെ എങ്ങനെ ധൈര്യം? പിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ട്. എന്നിട്ട് പോലും ഇതൊക്കെ ചെയ്യുന്നല്ലോ.
നിൻ്റെ അച്ഛനും കൊച്ചനും ഒന്നും അറിയാതെ ഇതൊന്നും നടക്കില്ല, അവരെ അനുഭവിക്കും. ഒരു ഊച്ചാളി ഇപ്പോൾ രാഷ്ട്രീയക്കാരനാരോ കയ്യിലുണ്ട്, അത് വെച്ച് കേസ് ഒതുക്കാമെന്ന അവരുടെ വിചാരം. പക്ഷേ കളി മാറും മനു. സാരമില്ല, ഒരു കാര്യം ചെയ്യാം, ഫോൺ വയ്ക്ക്, ഞാനേ ഒന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു ഫോൺ വയ്ക്കുമ്പോൾ നേരെ മനുവിൻ്റെ പരിചയമുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തും ബന്ധുക്കളടുത്തും ഒക്കെ പോയി അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരൊന്നും പറയുന്നുണ്ട്, ഇല്ല, അവർക്ക് കൊല്ലപ്പള്ളിക്കാരുമായിട്ടും ഈ ശിവനും രാജീവനുമായിട്ടൊക്കെ ചിലപ്പോൾ ചെറിയ പിണക്കത്തിലൊക്കെ ഉള്ള ആളുകളാണ്, ബന്ധുക്കളാണെങ്കിലും അവരിനി എന്തെങ്കിലും ചെയ്താണോ ഇവരോടുള്ള ദേഷ്യത്തിൽ എന്ന് വെച്ചിട്ടാണ് മനു അവിടെയൊക്കെ പോയി അന്വേഷിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഞങ്ങൾ കാണിക്കില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല എന്ന്. അങ്ങനെ മനു ആകെ തകർന്ന് തിരിച്ച് പാലായിലേക്ക് തന്നെ തിരിച്ച് പോവാട്ടോ. അപ്പോൾ ബാലചന്ദ്രനാകെ തകർന്ന് അവിടെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട്, മോളെ നീ ചെന്ന് കിടന്ന് ഉറങ്ങിക്കോ. അപ്പോൾ കൃഷ്ണമോള് പറയാം, ഇല്ല ഞാൻ പോവില്ല, ഞാൻ അച്ഛൻ്റെ കൂടെ ഇരിക്കുള്ളൂ, അച്ഛൻ ആകെ ടെൻഷനാ, എനിക്ക് പേടിയാ. മോളെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ അച്ഛനും വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല, അച്ഛനാകെ ടെൻഷനല്ലേ. സാരമില്ല മോളെ, എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് കാര്യം വരുമ്പോൾ വരട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ബാലചന്ദ്രൻ്റെ മേളിൽ ചെന്ന് ഇരിക്കുക കേട്ടോ, കിടക്കുക തൻ്റെ റൂമിൽ. കൃഷ്ണമോളും ഉണ്ട്. ആ സമയത്ത് കോളിംഗ് ബെല്ല് കേൾക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ ഓടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, ആരാ വന്നതെന്നറിയാൻ. അപ്പോഴാണ് അങ്കിള് 3 പേരുമുണ്ട്, രാജീവും ഗംഗേട്ടനും അതുപോലെ നമ്മുടെ ശിവനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നേരെ അകത്തേക്ക് കയറി വരാൻ പോവുക. ഉടനെ ബാലചന്ദ്രൻ ഇല്ലേയും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇപ്പോഴും നിങ്ങൾ വന്നത് എന്നും പറഞ്ഞ് കൃഷ്ണ അങ്ങോട്ട് കൈയെടുത്ത് തടഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് കയറണ്ടെന്ന് പറയാം കേട്ടോ. എന്താ മോളെ ഇത്, കയറണ്ട, എല്ലാവരും കൂടെ എങ്ങോട്ടാ ഈ പാതിരാത്രി കഴിഞ്ഞ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോളെ ഞങ്ങൾ നിൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കാൻ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി, അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലണ്ട. അല്ല, നിൻ്റെ അച്ഛനൊന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല, നിങ്ങൾ പോയിട്ട് നാളെ വാ, ഇപ്പം അച്ഛൻ ടയേർഡായിട്ടിരിക്കുക. മോളെ ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, അലീനയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി. അലീന ചേച്ചി തട്ടിക്കൊണ്ടുപോയത് നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശിവനും രാജീവിനോട് പരസ്പരം നോക്കുക കേട്ടോ. ഇതൊക്കെ കൃത്യമായിട്ട് കൃഷ്ണ അറിഞ്ഞതുപോലെ സംസാരിക്കുമല്ലേ. നിങ്ങളൊക്കെ ചീത്ത ആൾക്കാരാ, നിങ്ങളൊക്കെ എന്ത് ചെയ്യാനും മടിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ തന്നെ ഇതൊക്കെ നാണം കിട്ടു പോയിട്ടോ കൃഷ്ണേരെ വാക്ക്. അപ്പോൾ ഗംഗേട്ടൻ വീണ്ടും പറയാം, മോളെ അങ്ങനെയല്ല, ഞങ്ങളെ എത്ര നാളായിട്ട് മോക്കറിയാം, പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ചീത്ത മനുഷ്യനെന്ന് വിളിക്കുന്നത് തെറ്റല്ലേ മോളെ? അങ്ങനെയാണെങ്കിൽ അലീന ചേച്ചിയെ നിങ്ങൾ എന്താ ചെയ്തത്? പറ, എവിടെയുണ്ടെന്ന് പറ, ഇപ്പം എവിടെയുണ്ട് അലീന ചേച്ചി പറയാൻ. അപ്പോഴാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നത്, മോളെ ആരാ? കൊല്ലപ്പള്ളിയിൽ നിന്ന് അങ്കിളുമാരാ. ഓ അത് ശരി. അങ്ങനെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരിക. വരുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ഗംഗേട്ടനോ ലോകപര്യടനോ കഴിഞ്ഞ് എത്തിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുകയാണ്, അച്ഛാ ഈ കൊല്ലപ്പള്ളിയിലുള്ള ഇവരെല്ലാവരും കൂടി എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവർ തന്നെയല്ലേ അത് ചെയ്തത്, എന്തിനാണ് ഇവരിങ്ങോട്ട് വന്നത്? അച്ഛനെ വിഷമിക്കേണ്ട, അച്ഛനെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ തന്നെ ബാലചന്ദ്രൻ പറഞ്ഞു, കണ്ടല്ലോ, കൊല്ലപ്പള്ളിയിലുള്ള അങ്കിളുമാരെയൊക്കെ വീട്ടിനകത്ത് കയറ്റാൻ തന്നെ എൻ്റെ മോൾക്ക് പേടിയാണ്, കണ്ടോ? അപ്പോൾ ഗംഗാധരൻ പതുക്കെ അടുത്തായിട്ട് വന്നിട്ട് ബാലചന്ദ്രനോട് പറയണ്ട, ബാലേന്ദ്ര നമുക്ക് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, എന്ത് സംസാരിക്കാൻ? എനിക്ക് ആകെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അലീന എവിടെ? അതിനുള്ള ഉത്തരം കിട്ടിയാൽ മാത്രം മതി, കൂടുതൽ സംസാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. അതും കൂടെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ കലി അങ്ങ് കൂടിയിട്ട്, എടോ ഞാൻ ഹോട്ടലിൽ വന്ന് തന്നോടൊക്കെ ചോദിച്ചതല്ലേ അലീന അവിടെ നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടോന്ന്? നീയൊക്കെ എന്ത് കോത്തായത്തിൽ വർത്താനോ പറഞ്ഞത്? അലീനെ നിങ്ങൾ മടിയിൽ വെച്ച് കൊടുത്തിരിക്കാന്നോ? അങ്ങനെയല്ല എന്നോട് ചോദിച്ചത്. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞിട്ട്, ബാലചന്ദ്ര അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അഹങ്കാരം കൊണ്ട് ചെയ്തത്, നീ ക്ഷമിക്കാനോ? ഈ 2 എണ്ണം തിരിച്ചു പോകുന്നത് എനിക്ക് കാണണം. പോവില്ല ഞാൻ, അഴി എണ്ണിക്കും 2 എണ്ണത്തിനെയും. ഒരു രാഷ്ട്രീയക്കാരനോ SP കക്ഷത്തിലുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തോ ആവാന്നാണോ? ഈ പാലായിൽ അതിലും വലിയ ആളുകളുണ്ട്, അറിയോ? മജിസ്ട്രേറ്റ് കോടതി മുതലും സുപ്രീം കോടതി വരെ ഞാൻ നിങ്ങളെ കയറ്റി ഇറക്കും. അലീനയ്ക്ക് ഒരു പോറലെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ. പിന്നെ വേറെ പോലീസുകാരില്ലെന്നാണ് ഇവരുടെ വിചാരം. ബാലേന്ദ്ര ദേവി ഇത് അവരോട് വാശി കാണിക്കരുതേ, അലീനയെ തിരിച്ചു തരാമെന്ന് അവർ പറഞ്ഞല്ലോ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി നീ പിൻവലിക്കണമെങ്കിൽ ആദ്യം അലീനെ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ തന്നെ ശിവൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി ബാലേന്ദ്ര, കൊണ്ടുവരാം, അലീനെ തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുന്ന കാരണം തന്നെ ബാലേന്ദ്രന് സംശയം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നേരെ ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ ഇവരോട് പറഞ്ഞോ അലീന ആരാന്ന്? അതെ, എനിക്ക് പറയേണ്ടി വന്നു. അത് ശരി. എന്നിട്ട് തിരിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാം തീരുമാനമായല്ലോ അല്ലേ? എല്ലാം പൂർത്തിയായി, സമാധാനമായല്ലോ നിങ്ങൾക്കെല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞപ്പം? ഞാൻ ആരെയാണ് ഇത്രയും കാലം സംരക്ഷിച്ചുകൊണ്ടിരുന്നത് തനിക്ക് മനസ്സിലായോടോ എന്നിങ്ങനെ ചോദിക്കാനുണ്ട് ശിവനോട്. ശിവനാണെങ്കിൽ തല കുണിച്ച് വെച്ച് മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വൈജയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വൈജ അവൾ വേറൊരുത്തൻ്റെ കൂടെ പോയി, എന്നിട്ട് അങ്ങനെ പ്രസവിച്ച ഒരു കൊച്ചിന് എൻ്റെ മോളെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പച്ച മലയാളത്തിൽ ഞാൻ പറയുന്നില്ല. എന്നിട്ടോ നിങ്ങൾ കുറേ പൂങ്ങളമാരും കൂടെ ചേർന്നിട്ട് ആ കൊച്ചിനെ
ഒരു അനാഥാലയത്തിൽ കൊണ്ട് എറിഞ്ഞിട്ട് അല്ലേ. എന്നിട്ട് ഈ രണ്ടെണ്ണം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? ഞാൻ ശൃംഗാരവേലൻ, ഞാൻ വെപ്പാട്ടി വെച്ച് പൊറപ്പിക്കണം, എന്തൊക്കെയാണ് എന്നെ പറഞ്ഞെന്നറിയോ? സ്വന്തം സഹോദരി ചെയ്തതിന് ഇവരൊക്കെ എന്നെയാണ് പറയുന്നത്. സാരയില്ല ബാലചന്ദ്രൻ, അവരറിയാതെ പറഞ്ഞു പോയതാണ്. അതിനുവേണ്ടി അവരെന്ത് പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാണ് എന്ന് പറയാം. അപ്പോൾ ബാലചന്ദ്രൻ ഒന്ന് ആലോചിച്ചിട്ട് നേരെ പറയാം, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അലീനെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് ഏൽപ്പിക്കണം. അതാണ് എൻ്റെ ഒന്നാമത്തെ ഡിമാൻഡ്. പിന്നെ രണ്ടാമത്, അലീന എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നിങ്ങൾ അലീനയ്ക്ക് എത്ര ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത്? 20 ലക്ഷം. ശരി, അപ്പോൾ നിങ്ങൾ 3 ആങ്ങളമാരും കൂടെ ഒരു 30 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ വൈജയന്തിയുടെ വക ഒരു 10 ലക്ഷം രൂപ. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കണമെന്ന് പറയാം. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക്. കൈതക്കൽ മാളിയേക്കൽ വീട്ടിൽ വളരേണ്ട ഒരു കുഞ്ഞിനെ ഓർഫണേജിൽ കൊണ്ട് വിട്ടു. 10-23 വർഷമായി ആരുമില്ലാതെ അനാഥയെ പോലെ വളർന്നത് അവൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മാത്രം മതി. പക്ഷേ ഞങ്ങൾ എന്തും കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ പറയാം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യാം. പക്ഷേ ഞങ്ങൾക്ക് ഒരു ഡിമാൻഡുണ്ട്, അത് നീ തെറ്റിദ്ധരിക്കരുത്, അത് നീ സമ്മതിച്ചു തരണം. ഓ, താൻ പറയുന്ന ഡിമാൻഡൊക്കെ എനിക്ക് മനസ്സിലായടോ. ഈ കാര്യങ്ങളൊക്കെ വൈജ അറിയരുത്, അതല്ലേ? അപ്പം തന്നെ ഇവർ വീണ്ടും പരസ്പരം അങ്ങോട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ മൂത്ത ആൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അതെ, അത് തന്നെയാണ് കാര്യം. നമ്മുടെ 3 പേരുടെയും അപേക്ഷയാണ്. പിന്നെ വൈജ അറിഞ്ഞാൽ അവൾ നമ്മളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവൾ മുറിച്ച് കളയും. പിന്നെ അവളോട് ഞങ്ങൾ 2 കള്ളങ്ങൾ അവളറിയാതെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കള്ളം എനിക്കറിയാം, അവൾ പ്രസവിച്ച ഉടനെ കുഞ്ഞ് മരിച്ചു പോയി എന്നല്ലേ. പിന്നെ 2ാമത്തെ കള്ളം, അപ്പം അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 കൊലക്കുറ്റത്തിന് ജയിലിൽ കയറേണ്ടി വരും അല്ലേ. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വൈജ അറിയണം, ഞാൻ പറയുന്നില്ല. വൈജ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്താ സംഭവിക്കുന്നറിയോ? ഒന്നി അവൾ നിങ്ങളെ വിട്ട് പിരിയും, പിള്ളേരെ എല്ലാം ഉപേക്ഷിച്ച് പോവും, അല്ലെങ്കിൽ അവൾ ചത്തുകളയും. അപ്പോൾ ബാലചന്ദ്രൻ പറയണ്ട, അവളിത് അറിഞ്ഞ ശേഷം അവളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്തിരിക്കാൻ ഞാനും ഉണ്ടാവില്ല ഗംഗേട്ടാ എന്ന് പറയുമ്പോൾ ഗംഗാധരൻ വന്ന് പറയാം, അതാ ഞാൻ നിന്നോട് പറഞ്ഞത്, നിങ്ങളുടെ കുടുംബം ചിതറിപ്പോവും. അലീനെ എവിടെ വേണമെങ്കിലും താമസിച്ചോട്ടെ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യാം. ആ ബാലചന്ദ്രൻ അവളെ ഈ വീട്ടിൽ നിന്ന് മാറ്റണം. അവൾക്ക് വീട് വാങ്ങിക്കൊടുക്കാൻ, ജോലി വാങ്ങിച്ചു കൊടുക്കാൻ, ഞങ്ങളെ വീട്ടിലെ കുട്ടിയെ പോലെ നല്ല രീതിയിൽ കല്യാണം നടത്തി വിടാം. പക്ഷേ 1 കോടി രൂപ അവൾക്ക് വേണ്ടി ചിലവാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒരു കാലത്തും വൈജ ഇതറിയരുത്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി എല്ലാവരും നോക്കി നിൽക്കുക കേട്ടോ. എപ്പിസോഡ് തീരാ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.